ഇടതൂർന്ന നല്ല കറുത്ത മുടി പ്രായഭേദമന്യേ ലിംഗഭേദമന്യേ എല്ലാവരുടെയും ഒരു സ്വപ്നമാണല്ലേ. ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ നല്ല കറുത്ത മുടിക്ക് വേണ്ടി മാത്രമല്ല, നല്ല ഇടതൂർന്ന മുടി ലഭിക്കാനും സഹായിക്കും. അതിനായിട്ട് നമ്മളിന്ന് ഹെന്നയോ നീലാംബരിയോ എന്തിനേറെ പറയുന്നു കെമിക്കലുകൾ ചേർത്തിട്ടുള്ള അമോണിയ പോലുള്ള പ്രോഡക്റ്റുകളുള്ള ഡൈ ഒന്നുമല്ല ഉപയോഗിക്കുന്നത്. വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ച് വളരെ എഫക്റ്റീവായിട്ട് 100% റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ഡൈ ആണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പം വീഡിയോ കണ്ടു നോക്കൂ. ₹1 പോലും നമ്മൾ ഇതിന് വേണ്ടി ചിലവാക്കുന്നില്ല. 2 വ്യത്യസ്തമായ രീതിയിലുള്ള ഡൈ ആണ് കേട്ടോ നമ്മളിന്ന് തയ്യാറാക്കുന്നത്. ഒന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് പെട്ടെന്ന് നമുക്ക് പുറത്തേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ മുടി ഒന്ന് കറുപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലൊരു ഡൈയും, അതുപോലെ തന്നെ ലോങ് ടൈം ആയിട്ട് നമുക്ക് മുടി കറുപ്പിക്കാൻ പറ്റുന്നൊരു രീതിയും കൂടെ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ ഹെയർ ഡൈക്ക് വേണ്ടി ആദ്യം തന്നെ നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂണോളം ഉലുവയാണ്. ഉലുവ നമുക്കറിയാം മുടിയുടെ വളർച്ചയ്ക്കും മുടി കറുപ്പിക്കാനുമൊക്കെ ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ്, എല്ലാവരുടെയും അടുക്കളയിലുള്ള ഒന്നാണ്. അപ്പോൾ അത് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് ഉള്ളിയുടെ തോലാണ്. അതിനായിട്ട് ഞാനിവിടെ 2 സവാളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിൻ്റെ ആ ഒരു പുറന്തൊലി മാത്രം നമുക്ക് മതി. ഈ ഒരു ഡൈ നമുക്ക് റെഡിയാക്കി സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടും കഴിയും. കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഈ പറയുന്ന അളവുകളൊക്കെ കുറച്ച് കൂടുതലായിട്ട് എടുത്താൽ മതി. ഇനി നമുക്കിതെല്ലാം ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ടൊരു പാൻ വെച്ച് ചൂടായി വരുമ്പം നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഉലുവായും അതുപോലെ തന്നെ ഉള്ളിയുടെ തോലും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പം നമുക്ക് ഇതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മുടിക്ക് ഉള്ളു കുറവുണ്ട്, അല്ലെങ്കിൽ മുടി വളരെ തിന്നാണെന്നുണ്ടെങ്കിൽ സവാള കുറച്ചെടുത്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ അരച്ചെടുത്തിട്ട് ആ ഒരു നീര് നമ്മൾ ആഴ്ചയിൽ 1-2 പ്രാവശ്യം തലയിലൊന്ന് തേച്ച് നല്ല ആ ഒരു തലയോട്ടി ഒന്ന് മസാജ് ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചെറിയ ചെറിയ മുടികൾ വളർന്നു വരും കേട്ടോ. പേഴ്സണലി ഞാൻ മുടി വളരാൻ വേണ്ടി ചെയ്യുന്നൊരു ടിപ്പാണ് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 കൈ കറിവേപ്പിലയാണ്. അത് നല്ലതുപോലെ കഴുകി എടുത്തിട്ടാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് 1-2 പനിക്കൂർക്കയുടെ ഇലയാണ്. ഇതിന് പകരമായിട്ട് തുളസിയുടെ ഇല ഇട്ട് കൊടുത്താലും മതി. നമ്മൾ ഈ ഒരു പനിക്കൂർക്കയുടെ ഇല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിലർക്കൊക്കെ ഹെയർ ഡൈ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നീരിറക്കമൊക്കെ ഉണ്ടാവും, അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് കേട്ടോ. അതുപോലെ തന്നെ പനിക്കൂർക്കയുടെ ഇല മുടി കറുക്കുന്നതിന് വളരെ നല്ലതാണ്. പനിക്കൂർക്കയുടെ ഇല വെച്ച് ഹെയർ ഡൈ തയ്യാറാക്കുന്ന ഒരു വീഡിയോ ഇതിനു മുമ്പ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു. നല്ല വ്യൂവർഷിപ്പ് കിട്ടിയൊരു വീഡിയോ ആണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. നമ്മളെടുത്ത 4 ഇൻഗ്രീഡിയൻസും ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ നമ്മളൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ വേണം നമ്മളിത് വറുത്തെടുക്കാനായിട്ട്. കയ്യിലിട്ട് ഇങ്ങനെ ഒന്ന് ഞെരിക്കുന്ന സമയത്ത് നല്ലതുപോലെ പൊടിഞ്ഞ് കിട്ടണം കേട്ടോ. ഈ ഒരു പരുവമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. വറുത്തെടുക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പം നമ്മൾ വറുത്തെടുത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇത് നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിലൊക്കെ തയ്യാറാക്കി സ്റ്റോർ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലൊന്നും ഒട്ടും തന്നെ വെള്ളം നനവ് ഉണ്ടാകരുത്. നല്ല ഡ്രൈ ആയിട്ടുള്ള മിക്സിയുടെ ജാറിൽ വേണം പൊടിച്ചെടുക്കാനായിട്ട്. ഇപ്പം നമ്മൾ പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ഈ ഒരു പൊടിക്ക് നല്ല മണമാണ് കേട്ടോ. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു മണം. ഒരു കോഫിയുടെ ഒക്കെ ഫ്ലേവറാണ് കേട്ടോ. ഇത് നമ്മൾ നല്ല പോലെ ഒന്ന് അരിച്ചെടുത്തതിന് ശേഷമാണ് ഡപ്പയിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ബോക്സിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ എത്ര കാലം വരെ വേണമെങ്കിലും നമുക്കിത് സ്റ്റോർ ചെയ്യാം. ഇനി ഈ ഒരു പൊടി ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് 2 വ്യത്യസ്തമായ രീതിയിലുള്ള ഡൈ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒന്ന് നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് പെട്ടെന്ന് പുറത്തേക്ക് പോകുന്ന സമയത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഡൈയും, അതുപോലെ തന്നെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഡൈയും ആണ് തയ്യാറാക്കുന്നത്. ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഡൈ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇരുമ്പിൻ്റെ ഒരു ചീനച്ചട്ടിയിലാണ് കേട്ടോ. എപ്പോഴും നമ്മൾ ഡൈ ഒക്കെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ തയ്യാറാക്കുന്നതാണ് നല്ലത്. അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പൊടി ഇതുപോലെ 2-3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം തൈര്, ഒട്ടും തന്നെ തണുപ്പില്ലാത്ത തൈരാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. തൈരും കൂടെ ഒഴിച്ച് നല്ലപോലെ നമ്മൾ കട്ടകളില്ലാണ്ട് മിക്സ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഡൈ ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിൽ ചേർത്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നാച്ചുറലാണ്. അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് ഒരുപാട് സഹായിക്കുന്നതാണ്. ഈ ഒരു രീതിയിൽ കട്ടകളില്ലാതെ മിക്സ് ചെയ്ത് അടച്ച് 4 മണിക്കൂറോളം വെച്ചതിന് ശേഷമാണ് മുടിയിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒട്ടും തന്നെ എണ്ണമെഴുക്ക് മുടിയിൽ ഉണ്ടാവരുത്. ഷാംപൂ വാഷ് ചെയ്ത മുടിയിൽ വേണം ഈ ഒരു ഡൈ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. ആദ്യമായിട്ട് ഈ ഒരു ഡൈ അപ്ലൈ ചെയ്ത് തുടങ്ങുന്നവർ ആഴ്ചയിൽ 1 പ്രാവശ്യം വെച്ച് ചെയ്ത് തുടങ്ങിയിട്ട് നമ്മുടെ വെളുത്ത മുടികളൊക്കെ കറുത്ത് തുടങ്ങുന്ന ആ ഒരു സമയത്ത് പിന്നെ മാസത്തിൽ 1 രീതിയിൽ കണ്ടിന്യൂ ചെയ്താൽ മതി.
4 മണിക്കൂറിന് ശേഷമുള്ള നമ്മുടെ ഡൈ ആണ്. ഞാനത് തുറന്ന് നോക്കിയപ്പം ചെറുതായിട്ടൊന്ന് കട്ടിയായിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാൻ ഏകദേശം ഒരു 1/4 ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് ലൂസാക്കിയിട്ടാണ് കേട്ടോ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്ര നല്ല സൂപ്പറായിട്ടുള്ളൊരു ഡൈ ആണെന്നുള്ളത്. ചെറുതായിട്ട് 1-2 മുടിയൊക്കെ നരയ്ക്കുന്ന സമയത്ത് അമോണിയം കലർന്നിട്ടുള്ള ഡൈകളൊക്കെ വാങ്ങി അപ്ലൈ ചെയ്യുന്നതിന് പകരമായിട്ട് ഇത്തരത്തിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസുകളാൽ തയ്യാറാക്കുന്ന ഹോം മെയ്ഡ് ആയിട്ടുള്ള ഡൈ ഒക്കെ നമ്മൾ ട്രൈ ചെയ്യുവാണെങ്കിൽ മുടിക്കും നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ മുടി ഒരുപാട് കാലം കറുത്ത് തന്നെ സൂക്ഷിക്കാനും കഴിയും. ഇനി നമ്മൾ ആ ഒരു പൊടി വെച്ച് ഇൻസ്റ്റൻ്റ് ആയിട്ട് എങ്ങനെയാണ് ഡൈ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പെട്ടെന്ന് നമുക്കൊരു പാർട്ടിക്കോ അല്ലെങ്കിൽ പുറത്തേക്കോ ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു നെറ്റിയുടെ സൈഡിലൊക്കെയുള്ള മുടി ഒന്ന് കറുപ്പിച്ചെടുക്കാനായിട്ട് ഈ ഒരു രീതി ട്രൈ ചെയ്താൽ മതി. ഒരു ചെറിയ പാത്രത്തിലേക്ക് ആവശ്യത്തിന് ആ ഒരു പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒന്നുകിൽ വെളിച്ചെണ്ണ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഒലിവ് ഓയിലാണായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇത് രണ്ടും ഇല്ലെങ്കിൽ കുറച്ച് അലവരയുടെ ജെല്ല് ഇട്ട് മിക്സ് ചെയ്തെടുത്താലും മതി. ഒരു പേസ്റ്റിൻ്റെ കൺസിസ്റ്റൻസിയിൽ തയ്യാറാക്കി എടുത്തിട്ട് ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് വെളുത്ത മുടികളുള്ള ഭാഗത്ത് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് സാധാരണ പോലെ കോമ്പ് ചെയ്ത് നമ്മൾ മുടി കെട്ടിയിട്ട് പോവുകയാണെങ്കിൽ ഒരൊറ്റ നരച്ച മുടി പോലും ഉണ്ടാവില്ല. ഒട്ടും തന്നെ കെമിക്കലുകൾ ചേർക്കാതെ നാച്ചുറലായിട്ടുള്ള രീതിയിലാണ് നമ്മളിന്ന് ഡൈ തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ 1-2 പ്രാവശ്യം അപ്ലൈ ചെയ്യുമ്പോൾ മുടി കറുത്ത് കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുകയേ ചെയ്യരുത്. കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ മാത്രമാണ് അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുകയുള്ളൂ. ഈ ഒരു ഡൈ അപ്ലൈ ചെയ്തുകൊണ്ട് ഒട്ടും തന്നെ അലർജിക് പ്രോബ്ലംസ് ഉണ്ടാവില്ല. മാത്രമല്ല നമ്മുടെ മുടി നല്ല തിക്കായിട്ട് ഉള്ളോട് കൂടി വളരുകയും ചെയ്യും. കാരണം ഇതിൽ നമ്മൾ ചേർത്തിരിക്കുന്ന എല്ലാ സാധനങ്ങളും മുടിയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടിക്കോളൂ. വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസുകളിൽ കൂടെ കാണാം. അതുവരേക്കും ബൈ ബൈ.